നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. തനിക്കെതിരെ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ആഞ്ഞടിച്ച് നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ്. സാന്ദ്ര ആൻഡ് കമ്പനി എന്ന പേരിൽ കൃത്രിമ പൂക്കളുടെ കച്ചവടം നടത്തുന്ന സാന്ദ്ര തോമസിന്റെ പേരിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം തുടങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. വാർത്തയ്ക്കൊപ്പം ചില ഓൺലൈൻ മാധ്യമങ്ങൾ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിന്റെ ചിത്രം നൽകിയിരുന്നു. ഇതിനെതിരെ രൂക്ഷമായ വിമർശനവുമായാണ് നടി രംഗത്തെത്തിയിരിക്കുന്നത്. സാന്ദ്ര പറഞ്ഞത് ഇങ്ങനെ: ആര് വിരുന്നു വന്നാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറയുന്നത് പോലെയാണ് എന്റെ കാര്യം. ഏതോ ഒരു സാന്ദ്ര തോമസിനെതിരെയുള്ള കോടികളുടെ അഴിമതി കേസും ഇപ്പോൾ എന്റെ തലയിലായി. ഇതിനൊക്കെ എന്തു പറയാനാണ്? മഞ്ഞ ഓൺലൈൻ സൈറ്റുകളുടെ പ്രചാരം വർദ്ധിപ്പിക്കാനായി സിനിമാ താരങ്ങളുടെ ജീവിതം തോന്നുന്നത് പോലെയാണ് ഉപയോഗിക്കുന്നത്. ഇത് അവരുടെ ജീവിതത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്നോ അപമാനിതരാകുന്നുവെന്നോ ഇവരൊന്നും ചിന്തിക്കുന്നില്ല. മനുഷ്യത്വമെന്നത് ഇവർക്കൊന്നും ഇല്ല. നാളെ ഇനി ഐശ്വര്യയോ അമലയോ എന്നു പേരുള്ള സ്ത്രീയെയാണ് ഈ കേസിൽ പിടിച്ചതെങ്കിൽ ഇവർ സിനിമാ താരങ്ങളായ ഐശ്വര്യയുടെയും അമലയുടെയും ചിത്രം വെച്ചു കൊടുക്കുമോ? ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. ഒരാൾ പ്രശസ്തരാണെങ്കിൽ എത്രമാത്രം നാണം കെടുത്താം എന്നാണ് ഇക്കൂട്ടർ വിചാരിക്കുന്നത്. കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: ഇത് ഒരു നാണം കെട്ട പരിപാടിയാണ്. ഇങ്ങനെയാണ് സാന്ദ്ര തോമസിന്റെ പ്രതികരണം. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി സാന്ദ്ര തോമസും സുഹൃത്ത് വിജയ് ബാബുവും തമ്മിലുണ്ടായ വഴക്ക് വലിയ വിവാദമായിരുന്നു. വഴക്ക് തീർത്ത് ഇരുവരും ഒന്നിക്കുകയും ചെയ്തു. വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.